ഹലോ മച്ചന്മാരെ, അപ്പോൾ മെറ്റൽ സ്പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗേറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഒരു സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു ഗേറ്റ് ഉണ്ടാക്കണമെന്ന് ആണ് നമ്മൾ ഈ വീഡിയോ പറയണത്. അപ്പോൾ ഇത് ഗേറ്റ് പണി അറിയാവുന്നവർക്കുള്ള വീഡിയോ അല്ലേ ഇത്. ഇപ്പോൾ പുതിയതായിട്ട് പണി പഠിക്കുന്നവർക്കൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ പണിയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോയിലൊക്കെ പോരായ്മകളൊക്കെ കാണും. അപ്പോൾ നമ്മൾ വന്നിട്ട് ഒരു 13 അടി ഗേറ്റാണ് ഉണ്ടാക്കണത്. 13 അടി നീളവും 5.5 അടി ഹൈറ്റും. അപ്പോൾ ഞാൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ 6.5 അടിക്ക് പീസ് കട്ട് ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. നമുക്ക് ആദ്യം വേണമെങ്കിൽ 6.5 അടിയുടെ ടേപ്പറായിട്ട് തന്നെ കട്ട് ചെയ്യാം. പക്ഷേ ഞാനങ്ങനെ ചെയ്യണത് 6.5 അടിക്ക് നമ്മൾ ഗേറ്റിൻ്റെ നീളത്തിനുള്ള പീസെല്ലാം കട്ട് ചെയ്തിടണം. ആദ്യം 4 പീസ് കട്ട് ചെയ്യണം 6.5 അടിക്ക്. പിന്നെ ഹൈറ്റ് വന്ന് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5.5 അടിയാണ് ഹൈറ്റ് കൊടുക്കേണ്ടത് ഗേറ്റിന്. അപ്പോൾ 5.5 അടിക്കും ഒരു 4 പീസ് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യാനുള്ള സാധനങ്ങളാണ് നമ്മൾ മാർക്ക് ചെയ്യണത് കേട്ടോ. അപ്പോൾ എല്ലാം കട്ട് ചെയ്യാനുള്ളതെല്ലാം മാർക്ക് ചെയ്തിടാം കേട്ടോ. അപ്പോൾ 6.5 അടിക്കും 5.5 അടിക്കും വെച്ചിട്ട് അതൊക്കെ മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്യാനും പോണേണേ. അപ്പോൾ 6.5 അടിയുടെയൊക്കെ മാർക്ക് ചെയ്തിട്ട് അത് കട്ട് ചെയ്യാനാണ്. അപ്പോൾ കട്ടൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരും ഗ്ലാസ്സൊക്കെ വെച്ച് കട്ട് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാനപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കാനുള്ളൊരു ഇതിൻ്റെ തിരക്കിലും ഇതിലേക്ക് ഞാൻ ഗ്ലാസ് വെക്കാഞ്ഞത്. ഞാൻ എപ്പോഴും ഗ്ലാസ് വെച്ചിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യാറുള്ളൂ. എന്ന് വെച്ചാൽ ഗ്രൈൻഡർ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിക്കണം. വെൽഡിങ് സെറ്റ് ഉപയോഗിക്കുന്നതിലും കൂടുതൽ ഡേഞ്ചറാണ് ഗ്രൈൻഡർ ഉപയോഗിക്കുമ്പോൾ. നമ്മൾ ഇതേപോലത്തെ ഫുൾ ലെങ്ത്ത് പൈപ്പൊക്കെ കട്ട് ചെയ്യുമ്പോൾ പൈപ്പ് ലാസ്റ്റ് പീസ് കട്ട് ചെയ്യാൻ നേരത്ത് പൈപ്പ് ഗ്രൈൻഡറിലോട്ട് വന്ന് അടുക്കാനും വീല് തിങ്ങിയിട്ട് പൊട്ടാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. എപ്പോഴും എല്ലാവർക്കും പറ്റണതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള വലിയ പൈപ്പുകൾ കട്ട് ചെയ്യുമ്പോൾ തിങ്ങാൻ ചാൻസ് കൂടുതലാണ് ബ്ലേഡ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും സേഫ്റ്റി നോക്കിയിട്ട് വേണം ഗ്രൈൻഡർ യൂസ് ചെയ്യാനായിട്ട് എപ്പോഴും കേട്ടോ. അപ്പോൾ നമ്മളുടെ എല്ലാ ലെങ്ത്തിനുള്ള പീസെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടേപ്പർ മാർക്ക് ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈപ്പിൻ്റെ വീതി ഇപ്പോൾ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ എടുത്താക്കടെ 3-1.5 പൈപ്പാണ്. അതാകുമ്പോൾ ഒരു 8 സെൻറ്റിയോളം വീതി കിട്ടും. അപ്പോൾ ആ 8 സെൻറ്റി നമ്മൾ മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ ടേപ്പർ വരക്കണം കേട്ടോ. അല്ല 8 സെൻറ്റി മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ടേപ്പർ വരക്കും എല്ലാത്തിലും. ഇങ്ങനെ നമ്മൾ ടേപ്പർ വരച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ ഏത് പൈപ്പാണെങ്കിലും അതിൻ്റെ വീതി എത്രയാണ് വരുന്നത് ആ പൈപ്പിൻ്റെ വീതിയാണ് നമ്മൾ ടേപ്പറായിട്ട് മാർക്ക് ചെയ്ത് വരക്കേണ്ടത് കേട്ടോ. ആ വീതി നമ്മൾ ടേപ്പർ നേരെ മാർക്ക് ചെയ്ത് നമ്മൾ വരക്കണം. ഞാനിങ്ങനെ ഇതിപ്പോൾ നമ്മൾ നേരെ കട്ട് ചെയ്യാണ്ട് തന്നെ ഫുൾ ലെങ്ത്തിന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ പുതിയതായിട്ടൊക്കെ വന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അപ്പോൾ ഒരു കൺഫ്യൂഷനായിരിക്കും. ഇതാകുമ്പോൾ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നെ കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നമ്മൾ അതേപോലെ എല്ലാവരും ടേപ്പർ മാർക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ അപ്പോൾ എല്ലാവരും ടേപ്പർ മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കുള്ളൂ. നമ്മൾ ആദ്യം ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് നമ്മൾ ടേപ്പർ വരയ്ക്കണമെങ്കിൽ കുറച്ച് ടൈം പോവും. എന്ന് വെച്ചാൽ നമ്മൾ ആ നേരെ കട്ട് ചെയ്യാൻ ടൈം തന്നെ നമുക്ക് ആ ടേപ്പർ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണമെങ്കിൽ എളുപ്പമാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കട്ടിങ് മര്യാദയ്ക്ക് ചെയ്തില്ലെങ്കിൽ ഇപ്പുറത്തെ പീസിൻ്റെ ടേപ്പർ നമുക്ക് യൂസായിട്ട് കിട്ടുകയുമില്ല. ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ എല്ലാം ടേപ്പറൊക്കെ എല്ലാം വരച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ആ ടേപ്പർ കട്ട് ചെയ്യാൻ പോയാണ്. അപ്പോൾ ഇതിങ്ങനെ എല്ലാവരും ആ വരച്ച് വെച്ചേക്കുന്നത് എല്ലാം ആ ടേപ്പർ അതേപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇത് കറക്റ്റായിരിക്കണം. നമ്മളെപ്പോഴും ഈ ബാക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് ഗ്രൈൻഡർ കുറച്ച് ചെരിച്ച് പിടിക്കുകയാണെങ്കിൽ ആ ചെരിവിന് തന്നെ ടേപ്പർ കിട്ടും കറക്റ്റായിട്ട്. ആ ടേപ്പർ തന്നെ ചെരിവാനെ കിട്ടും ഗ്രൈൻഡർ ചെരിച്ച് പിടിക്കുകയാണെങ്കിൽ.
അപ്പോൾ പീസെല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യാനായിട്ട് പോണേണ്. അപ്പോൾ ഫ്രെയിം സെറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം വെച്ചിട്ട്, അപ്പോൾ ഞാൻ മറ്റേ മാഗ്നറ്റ് വെച്ചിട്ടാണ് വെച്ചേക്കണത്. അതാകുമ്പോൾ നമുക്ക് ആരുടെയും ഇപ്പം തന്നെ ഒരാൾ ഹെൽപ്പ് ചെയ്യാനില്ലെങ്കിൽ നമുക്ക് ചെയ്യാം. അതെല്ലാം കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളും. അത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടൂട്ടെ മാഗ്നറ്റ്, ഒരു 600 രൂപ അങ്ങനെ എന്തോ റേറ്റുള്ളൂ, ഫ്ലിപ്കാർട്ടിലൊക്കെ ഉണ്ട് അത്. അപ്പോൾ കോച്ചൊക്കെ എല്ലാം കറക്റ്റായിട്ട് നോക്കി വെച്ചേക്കേണ്ട. അപ്പോൾ നമ്മൾ ഇനി സ്പിരിറ്റ് ലെവൽ നോക്കണം. ഗേറ്റൊക്കെ പണിയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഫ്രെയിം അടിക്കുന്ന സ്ഥലത്ത് എപ്പോഴും നമ്മൾ ഫ്രെയിം കറക്റ്റ് സ്പിരിറ്റ് ലെവലാക്കി എല്ലാം വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കേ ഇപ്പോൾ റണ്ണിങ് റെയിലായിട്ടുള്ള ഡോറൊക്കെ ആണെങ്കിൽ, ഗേറ്റൊക്കെ ആണെങ്കിൽ സീനില്ല, ഇങ്ങനെ തള്ളണത് അതാകുമ്പോൾ കുഴപ്പമില്ല. ഇങ്ങനെ ഡബിൾ ഡോറായിട്ട് വന്ന ഗേറ്റ് എല്ലാം ഇങ്ങനെ കറക്റ്റ് ലെവലാക്കിയിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ രണ്ടും സെറ്റ് ചെയ്യണം നേരത്തെ, താഴെ മേളും മറിഞ്ഞ് നിൽക്കും. വെൽഡ് ചെയ്യുമ്പോൾ പിരിവ് വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഡബിൾ ഗേറ്റ് പണിയുമ്പോൾ എപ്പോഴും നമ്മൾ കറക്റ്റ് സ്പിരിറ്റ് ലെവലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കേട്ടോ ഫ്രെയിം സെറ്റ് ചെയ്യാനായിട്ട്. ചെറിയൊരു പിരിവുണ്ടെങ്കിലും അത് എടുത്ത് കാണിക്കും. നമുക്ക് സെറ്റ് ചെയ്യാനത് ഭയങ്കര ബുദ്ധിമുട്ടായിക്കോളും, തൂക്കിൽ വ്യത്യാസം വരും ഗേറ്റിൻ്റെ. റെയിലായിട്ടുള്ള ഒറ്റ ഗേറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് സീനില്ല, അതിപ്പോൾ എങ്ങനെയാണെങ്കിലൊക്കെ അടിച്ചാലൊരു ചെറിയ വളമൊക്കെ ആണെങ്കിൽ അറിയില്ല. അപ്പോൾ ഓപ്പൺ ഗേറ്റുകൾ പണിയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ അതെല്ലാം കോച്ചൊക്കെ കറക്റ്റാക്കി ഇട്ടിട്ട് നമ്മൾ ഓരോ സ്പോട്ട് അടിക്കാൻ കേട്ടോ. അപ്പോൾ ഫ്രെയിം കോച്ചൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ട അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ജോയിൻ്റ് എല്ലാം നല്ല കറക്റ്റായിരിക്കും. നമ്മൾ ഓരോന്ന് ഫസ്റ്റ് ലെങ്ത്ത് കട്ട് ചെയ്തിട്ട് ടേപ്പർ കട്ട് ചെയ്യണമെങ്കിൽ, അപ്പോൾ നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ മേളിലിട്ടിട്ട് നമ്മൾ അടുത്ത ഫ്രെയിം സെറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ മേളിൽ തന്നെ കറക്റ്റ് വെച്ചിട്ട് വേണം അടുത്ത ഫ്രെയിം സെറ്റ് ചെയ്യാനായിട്ടാ. അപ്പോൾ ഞാൻ അടുത്ത ഫ്രെയിമും ഞാൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, അപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ലത്. അപ്പോൾ നമ്മൾ അകത്ത് വെക്കാനുള്ള പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അത് ടേപ്പ് പിടിക്കാൻ ആളില്ലാത്തതുകൊണ്ട് കൊച്ചിനെ വിളിച്ചിരുത്തി ടേപ്പ് പിടിപ്പിക്കാനായിട്ടാ. അവള് വന്നിട്ട് കറക്റ്റായിട്ട് പറഞ്ഞ പോലെയൊക്കെ തന്നെ പിടിച്ച് തന്നിട്ട് ടേപ്പ്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന കാരണം പിന്നെ ടേപ്പും പിടിക്കാൻ ആളില്ല. അപ്പം ഇത് അകത്ത് കട്ട് ചെയ്യാനുള്ള പീസാണ് കേട്ടോ. നമ്മളിത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നിന്നൊരു 1.5 അടിയോളം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഒരു പീസ് വെക്കണത്. അവിടെ നമ്മൾ വുഡ് വെക്കാനാണ്. അതേപോലെ തന്നെ മേളിൽ നിന്നും ഒരു 3 അടിയോളം വുഡുണ്ട്. നടുക്ക് വന്നെന്ന് വെച്ചാൽ CNC കട്ടിങ്ങാണ് വന്നത് കേട്ടോ, നടുക്ക് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അകത്തെ പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വുഡ് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 അടി വീതിക്കാണ് വുഡ് വന്നത്. നീളം നമുക്ക് 8 അടി കിട്ടും, 10 അടി കിട്ടും, അങ്ങനെ കിട്ടും കേട്ടോ. 12 അടി കിട്ടും. വീതി 4 അടിയേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു 4 ഷീറ്റ് മേടിച്ച് കഴിഞ്ഞാൽ നമ്മളതിനകത്തൊരു 1.5 അടിക്കൊക്കെ CNC കട്ടിങ് കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഒരു 5 അടി ഹൈറ്റ് കിട്ടും നമുക്ക്. പിന്നെ ഫ്രെയിമിൻ്റെ അകത്ത് വുഡ് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ഫ്രെയിമിൻ്റെ വീതി അനുസരിച്ച് അതും കൂടി നമുക്ക് ഹൈറ്റിൽ കിട്ടും, അഡ്ജസ്റ്റ് ചെയ്ത് ഹൈറ്റ് കിട്ടും. നമുക്കൊരു 3 ഇഞ്ച് വെച്ച് ഒരു 6 ഇഞ്ചും കൂടി കിട്ടുമല്ലോ. അപ്പോൾ 4.5 അടി അങ്ങനെ കിട്ടും വുഡ് അകത്തടിക്കുകയാണെങ്കിൽ, വുഡ് മാത്രം സെറ്റ് ചെയ്യണമെങ്കിൽ കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് ഉള്ള ഗേറ്റാണിത്. ഒരു പുള്ളി ഓർഡർ വന്നിട്ടാകുമ്പോൾ നമ്മൾ ചെയ്യണം. അപ്പോൾ പുള്ളിക്ക് ഫ്രെയിം കാണണ്ട, ഫുള്ള് വുഡ് കവറായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ അത് കാരണം നമ്മൾ ഫുള്ള് വുഡ് ലെവൽ വെച്ച് അടിക്കുന്ന പൈപ്പ്. നമ്മൾ വുഡ് അകത്തിട്ടാണ് അടിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഈ അടിക്കുന്ന പൈപ്പ് ആ വുഡിൻ്റെ കനം അകത്തോട്ട് കുറച്ച് ഇറക്കി വെച്ച് അടിക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ലെവലിന് കിട്ടും. ഇത് ആൾക്ക് ക്ലയൻറ്റിന് എന്താ പറയുക, പുള്ളിക്ക് ഫ്രെയിം ഇരുമ്പേ കാണണ്ടെന്ന് പറഞ്ഞേ, ഫുള്ള് വുഡായിട്ട് തന്നെ കവർ ചെയ്ത് തന്നാൽ മതി, പിന്നെ CNC കട്ടിങ് മാത്രം കണ്ടാൽ മതി എന്ന് പറഞ്ഞ്, അത് കാരണം അങ്ങനത്തെ ഒരു മോഡലായത്. അപ്പോൾ ഫ്രെയിമിൻ്റെ ഏകദേശമൊക്കെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനതുള്ള ഫ്രെയിം ഒന്ന് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റാഡ് തരാൻ വന്നിരിക്കുന്ന ആൾ കണ്ട. അപ്പോൾ ആൾക്ക് കണ്ണിനടി ഒന്നും കിട്ടൂല, എൻ്റെ പുറകിലാണ് ഇരിക്കുന്നത്. വെൽഡ് ചെയ്യണ പുള്ളിക്ക് കാണാൻ പറ്റൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആരും നെഗറ്റീവ് കമൻസ് ഒന്നും ഇടരുത്. വെൽഡിങ്ങിൻ്റെ ലൈറ്റ് അവളുടെ മൂത്തോട്ട് അടിക്കത്തില്ല. ഞാൻ അങ്ങനെയാണ് അവളെ പുറകിൽ അവൾ വന്നിരിക്കണത് കേട്ടോ. എന്ന് വെച്ചാൽ ഞാനിരിക്കണ അവൾക്ക് എന്താണ് അവിടെ നടക്കണതെന്ന് കൂടി അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആരും പേടിക്കണം. നമുക്ക് ഇതിൻ്റെ നെഗറ്റീവ്സ് അറിയണ കാരണം നമ്മളെ കൊച്ചിനെ കൊണ്ടൊന്നും അവിടെ ഇരുത്തി അങ്ങനെ ലൈറ്റിലൊന്നും മേടിപ്പിക്കൂല. അപ്പോൾ ആരും ചീത്ത പറയരുത് കേട്ടോ.
അവർക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫുൾ വെൽഡിങ് ആണ്. വെൽഡ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇതിങ്ങനെ കനം കുറഞ്ഞ ടൂബ്സാണ്. അപ്പോൾ അടിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചടിക്കാൻ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ പയ്യെ ഡ്രോപ്പ് ചെയ്ത് അടിച്ചാൽ മതി. പയ്യെ അധികം ട്യൂബിനധികം ഹീറ്റും കൊടുക്കരുത്. നമ്മൾ ഗേറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് അധികം ഹീറ്റായി കഴിഞ്ഞാലും ബെൻഡാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളെപ്പോഴും വെൽഡ് ചെയ്യുമ്പോൾ അധികം കനം കുറച്ചിട്ട് അടിച്ചാൽ മതി. അധികം ഒരു ചെറുതായിട്ട് പിടിച്ചാലും ഇത് അങ്ങനെ പൊട്ടിയൊന്നും പോകില്ല. ഈ ട്യൂബുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ 1.5 തിക്നെസ് അല്ലേ ഉള്ളൂ. ആ വെൽഡിങ്ങിൻ്റെ കനം എന്ന് വെച്ചാൽ അതിൻ്റെ നല്ല കനം വരും. അതാണ് കനം കുറഞ്ഞ ട്യൂബ്സൊക്കെ അടിക്കുമ്പോഴേക്കും ലൈറ്റായിട്ടുള്ള വെൽഡിങ് മതി ഇതിന്. വെൽഡ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചടിച്ചാൽ മതി. ഗ്ലാസ്സൊക്കെ വെച്ച് നല്ല ശ്രദ്ധിച്ചടിക്കണേ. അപ്പോൾ ഞാൻ ഹോൾഡറൊക്കെ പിടിച്ചിരിക്കാനുണ്ടപ്പോൾ ഒരാൾ വേഗം വന്നാക്കണേണ്, അച്ഛാ എനിക്കും ഹോൾഡർ വേണമെന്നൊക്കെ പറഞ്ഞ് ഹോൾഡറും പിടിച്ചിട്ടും കയറി ഇരിക്കണ്ട. ഞാൻ നൈസായിട്ട് ആ മെഷീനും ഓഫ് ചെയ്തിട്ടിട്ട് കേബിളും കൈ കൊടുത്തിരിക്കണേട്ടോ. അപ്പോൾ നമ്മളുടെ ഫ്രെയിമിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടാ ഞാൻ ഇതൊക്കെ വെച്ച് ലേസർ കട്ടിങ്ങിൻ്റെ ഷീറ്റൊക്കെ വെച്ച് എല്ലാം വെച്ചിട്ടാ. പക്ഷേ വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ അതൊക്കെ പിടിപ്പിച്ച് എല്ലാം കഴിഞ്ഞ്. അപ്പോൾ അത് ഒന്ന് ചെറിയ സ്പോട്ട് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും കൂടി സ്പോട്ട് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ പരിപാടിയും ഫ്രെയിമിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടാണ്. അപ്പോൾ എനിക്കറിയണ പോലെ ഞാൻ ഫ്രെയിം വർക്കൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിപ്പോൾ പഠിക്കുന്നവർക്ക് ഇതൊരു യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ നമ്മളുടെ ഫ്രെയിമിൻ്റെ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ടാണ്. അപ്പോൾ കൊച്ച് കിടന്നുറങ്ങി, പുള്ളി ക്ഷീണിച്ച് കിടന്നുറങ്ങി. അപ്പോൾ അവൾ നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മൾ ഫ്രെയിമിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പെയിൻ്റ് അടിക്കാണ്ട്. അപ്പോൾ ഞാൻ 2 കോട്ട് പ്രൈമർ അടിച്ച്. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, ഫോണിൽ നിന്ന് വീഡിയോ കാണാനില്ല, വീഡിയോ ഡിലീറ്റ് ആയി പോയി തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ കോട്ട് അടിക്കണതാണ്. നമ്മൾ അപ്പോക്സിൽ തന്നെ വൈറ്റ് പെയിൻ്റായിട്ട് അടിക്കണത്. നമ്മൾ ആ സ്പ്രേ ആണ് ചെയ്യണത്. അപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫ്രെയിം കാണാനൊരു ഭംഗിയുണ്ടല്ലേ. പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ എല്ലാവരും മാസ്ക് വെക്കാനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഈ മാസ്ക് ഒന്നും വെക്കാണ്ട് പിടിച്ചിട്ടായി കിടന്നടിക്കണ കേട്ടോ. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ മാസ്ക് ഒക്കെ വെച്ച് നല്ലോണം അടിക്കണേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രേ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പെയിൻറ്റ് നമ്മളുടെ മൂക്കിൽ നമ്മൾ ശ്വസിക്കുമ്പോൾ ഫുൾ അകത്തോട്ടൊക്കെ കയറും. എന്ന് വെച്ചാൽ ഞാനിത് കഴിഞ്ഞപ്പോൾ ഈ മൂക്കിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പെയിൻറ്റാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചടിക്കാനൊക്കെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഫുൾ കഴിഞ്ഞിട്ട് നമ്മൾ ഷീറ്റ് പിടിപ്പിക്കാം കേട്ടോ, വുഡിൻ്റെ. അപ്പോൾ വുഡിൻ്റെ ഷീറ്റ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് റിവിറ്റാണ് ചെയ്യണത്. ഇതിനകത്ത് ഡ്രില്ല് വെച്ച് തുളച്ചിട്ട് മേടിക്കാൻ കിട്ടും. ഇതിൻ്റെ അലൂമിനിയത്തിൻ്റെ റിവിറ്റ് മേടിക്കാൻ കിട്ടും. നമുക്ക് ആ വുഡ് കളർ തന്നെ ഉള്ളത് ആ ഷെയ്ഡിൽ റിവിറ്റ് മേടിക്കാൻ കിട്ടും. അതാകുമ്പോൾ കാണാൻ ഭംഗിയായിരിക്കുള്ളൂ നോക്കുമ്പോൾ. അത് വലിയ റിവിറ്റാണ് വരുന്നത്. അത് അടിക്കാൻ നല്ല പാടാണ്. നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ എളുപ്പമില്ല. അത് ഇത്തിരി ടൈറ്റാണ്. അത് വലിയ റിവിറ്റായ കാരണം. അപ്പോൾ ആ ഗേറ്റിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കൊറിയർ അയക്കേണ്ടത്. നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് ഇത് കൊറിയർ അയക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ അവിടെ ചെന്ന് ഫിറ്റ് ചെയ്യാനാണ് പരിപാടി. അപ്പോൾ ആ ഗേറ്റ് അവിടെ ചെന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോണേണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തി. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഗേറ്റ് അവിടെ ചെന്നിട്ടാ അയച്ചിട്ട്. അപ്പോൾ നമ്മളവിടെ ചെല്ലനേട്ടങ്ങാട് പിള്ളേർ ഇത് വെൽഡിങ് സെറ്റൊക്കെ ആയിട്ട് പോണേണ്. തിരുവനന്തപുരത്തെ കൂടി നടന്ന് കാഴ്ചയൊക്കെ കണ്ടിട്ട് പിള്ളേർ നടന്ന് പോണേണ്ട. അപ്പോൾ ഗേറ്റ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഗേറ്റിൻ്റെ. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഉച്ചയായി. പിന്നെ അന്ന് തന്നെ തിരിച്ചു പോരേണ്ട കാരണം വേഗം പണിതിട്ട്. അതാണ്ട് നമ്മളുടെ ഫൈനൽ വ്യൂ. ഗേറ്റ് ഫിറ്റിംഗ് ഒക്കെ കഴിഞ്ഞല്ലാനും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ വൈകുന്നേരം തന്നെ തിരിച്ച് കയറേണ്ട കാരണമേ എറണാകുളത്ത് നിന്ന് പോയതല്ലേ. അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതാണ് നമ്മളൊരു ചെറിയ ഗേറ്റിൻ്റെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.